പോളിയിലെ കഞ്ചാവ് വേട്ടയിൽ പോളിയിലെ ഹോസ്റ്റൽ പ്രവർത്തിച്ചത് കഞ്ചാവ് ഗ്യാരേജായി. കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിലെ ലഹരി വേട്ടയിൽ പ്രധാന പ്രതി പിടിയിലായിട്ടുണ്ട്. കൊല്ലം സ്വദേശി അനുരാജിനെയാണ് അറസ്റ്റ് ചെയ്തത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിക്കാൻ പണപ്പിരിവ് നടത്തിയത് അനുരാജാണെന്നാണ് കണ്ടെത്തൽ. ഹോളി ആഘോഷത്തിന് കഞ്ചാവ് എത്തിക്കാനുള്ള ഏകോപനം നടത്തിയത് അനുരാജാണ്. ഇന്ന് രാവിലെയാണ് കളമശ്ശേരിയിൽ നിന്ന് അനുരാജിനെ പോലീസ് പിടികൂടിയത്. കഞ്ചാവ് ഹോസ്റ്റലിൽ എത്തിച്ചത് അനുരാജിന്റെ നിർദ്ദേശപ്രകാരമാണെന്ന് ആഷിഖും ഷാലിക്കും നൽകിയ മൊഴിയാണ് നിർണായകമായത്. അനുരാജിന് പണം നൽകിയവരെയും കസ്റ്റഡിയിലെടുക്കും. വിദ്യാർത്ഥികൾക്ക് കഞ്ചാവ് കൈമാറിയ ഇതര സംസ്ഥാനക്കാരൻ സുഹൈലിനായും അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. പ്രതികളുടെ ഫോൺ രേഖകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. 16,000 രൂപയാണ് ഷാലിഖ് ഇതര സംസ്ഥാനക്കാരനായ സുഹൈലിന് ഗൂഗിൾ പേ ചെയ്തത്. ബാക്കി തുക നേരിട്ട് കൈമാറി. കേസിൽ കൂടുതൽ വിദ്യാർത്ഥികൾ പിടിയിലാകുമെന്നാണ് വിവരം. 24 കൊച്ചി. കഞ്ചാവ് വാങ്ങലും വിൽക്കലും ഹോസ്റ്റലിൽ ഒതുങ്ങിയില്ല. കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് ഹോസ്റ്റലിൽ മിനി കഞ്ചാവ് വിപണന കേന്ദ്രമെന്ന് പോലീസ്. കോളേജിനകത്ത് മാത്രമല്ല, കളമശ്ശേരിയുടെ തന്നെ വിവിധ ഭാഗങ്ങളിൽ കഞ്ചാവ് എത്തിക്കുന്ന ഹോസ്റ്റലിൽ നിന്നാണ്. പിടിയിലായ ആഷിഖാണ് ഹോസ്റ്റലിലെ കഞ്ചാവ് സൂക്ഷിപ്പുകാരൻ. സാധാരണഗതിയിൽ സൗഹൃദങ്ങളുടെ അടയാളമായാണ് കോളേജ് ഹോസ്റ്റലുകൾ അറിയപ്പെടുന്നത്. എന്നാൽ കളമശ്ശേരി പോളിടെക്നിക് കോളേജ് ഹോസ്റ്റൽ സൗഹൃദങ്ങൾക്കപ്പുറം ഒരു ഡ്രഗ് ഗ്യാരേജായി മാറിയിട്ടുണ്ടെന്നാണ് പോലീസിന്റെ കണ്ടെത്തൽ. രണ്ട് കിലോ കഞ്ചാവും തൂക്കി നൽകാനുള്ള ത്രാസുമാണ് കളമശ്ശേരി പോളിടെക്നിക് ഹോസ്റ്റലിൽ നിന്ന് കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത്. കോളേജിൽ മാത്രം ചുരുങ്ങുന്ന വിപണനമല്ലെന്നാണ് പോലീസ് കണ്ടെത്തൽ. പരിശോധന ഉണ്ടാകില്ലെന്ന ധൈര്യത്തിൽ കഞ്ചാവ് ഹോസ്റ്റൽ മുറികളിൽ എത്തിച്ച ശേഷം അവിടെ നിന്ന് തന്നെ പാക്ക് ചെയ്ത് പുറത്തേക്ക് വിപണനം നടത്തുന്നതാണ് രീതി. ഇത്തവണ ഹോസ്റ്റലിലേക്ക് എത്തിയത് 4 കഞ്ചാവ് പൊതികൾ. 2 മാത്രമാണ് പിടികൂടാനായത്. എറണാകുളത്തെ കോളേജ് ഹോസ്റ്റലുകളും സ്വകാര്യ ഹോസ്റ്റലുകളും കേന്ദ്രീകരിച്ച് പരിശോധനകൾ ശക്തമാക്കാനാണ് പോലീസിന്റെ തീരുമാനം. വിദ്യാർത്ഥികളെ കേന്ദ്രീകരിച്ച വലിയ മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന് തന്നെയാണ് ഇപ്പോഴും വിലയിരുത്തൽ. കൂടുതൽ അറസ്റ്റുകളും ഉണ്ടാകും. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24.